നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 14. ഇന്ന് നിഫ്റ്റിയുടെ ഈ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ വീക്കിലി എക്സ്പയറിയാണ്. ആയതിനാൽ തന്നെ ഇന്ന് മാർക്കറ്റില് വോൾട്ടാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിന് ശേഷം ഇന്നലെ മാർക്കറ്റിന് ശക്തമായി തിരിച്ചു വരുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായെന്ന് മാത്രമല്ല, നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളായ 10-20 ഡേ ഇഎംഐകളുടെയും മിഡ് ഡേ മൂവിംഗ് ആവറേജ് 50 ഡേയുടെയും ലോങ് ടൈം മൂവിംഗ് ആവറേജ് ആയ 100 ഡേ ഇഎംഐയുടെ മുകളിലായിട്ട് ട്രേഡിംഗ് അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി. മാത്രമല്ല, ഇന്നലെ ഇന്ത്യയിൽ നിന്നും ജൂൺ മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റയുടെ റിലീസ്, ഇന്ന് നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകൾ, പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി തന്നെ ഈ വീഡിയോയിൽ പരിശോധിക്കുകയും ചെയ്യാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US പ്രസിഡന്റ് ഭാഗത്ത് നിന്ന് വന്ന ഒരു നിർണായക പ്രഖ്യാപനത്തെ തുടർന്ന് വീണ്ടും ഗ്ലോബൽ മാർക്കറ്റില് കാര്യങ്ങൾ മാറി മറയുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. അതായത്, ഇറാൻ പോർട്ടുകൾക്കെതിരെ നീക്കിയിരുന്ന ഉപരോധം, യുഎസിന്റെ ബ്ലോക്കേഡ് വീണ്ടും പുനഃസ്ഥാപിക്കുമെന്നും മാത്രമല്ല ഹോർമൂസ് കടലിടുക്കിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം US ഏറ്റെടുക്കുകയും കൂടാതെ ഇതിലൂടെ കടന്നുപോകുന്ന എല്ലാ രാജ്യങ്ങളുടെ കപ്പലുകൾക്കും 20% താരിഫ് ഏർപ്പെടുത്തുമെന്നുള്ള പുതിയ പ്രഖ്യാപനമാണ് ഇന്നലെ ട്രംപ് നടത്തുകയും ചെയ്തത്. ഇന്ന് ചൊവ്വാഴ്ച മുതൽ യുഎസിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഇറാനെതിരായിട്ടുള്ള ബ്ലോക്കേഡ് നിലവിൽ വരുമെന്നുള്ള പ്രഖ്യാപനം വന്നതിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആക്രമണവും പ്രത്യാക്രമണങ്ങളും ഇന്നലെ തുടർച്ചയായി മൂന്നാമത്തെ ദിനത്തിലും തുടർന്നു. ഇന്നലെ രാത്രിയിലും യുഎസിന്റെ ഭാഗത്ത് നിന്നും ശക്തമായ ആക്രമണമാണ് ഇറാന് മേൽ നടത്തുകയും ചെയ്തത്. ഇറാന്റെ ഭാഗത്ത് നിന്നും എന്നാൽ ഇതിനെതിരെ യുഎസ് സഖ്യകക്ഷികളായ ഗൾഫ് കൺട്രീസിന് മുകളിലും ശക്തമായ ആക്രമണം നടത്തിയെങ്കിലും ഇവയൊക്കെ പ്രതിരോധിക്കാനായെന്നാണ് ഓരോ രാജ്യങ്ങളും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടിയിട്ടും ലേറ്റസ്റ്റ് ആയിട്ട് UAE ഔദ്യോഗികമായി തന്നെ പുറത്തുവിട്ട അപ്ഡേറ്റ്സ് പ്രകാരം ഹോർമസിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന 2 UAEയുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്നുവെന്നും ഇതിനെ തുടർന്ന് ഒരു ഇന്ത്യൻ തൊഴിലാളി കൊല്ലപ്പെടുകയും കപ്പലിലുള്ള 8 തൊഴിലാളികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ട് UAE ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ L&T ടെക്നോളജി സർവീസസ്, ടാറ്റ LXI, A2Z ഇൻഫ്ര എഞ്ചിനീയറിംഗ്, ആനന്ദ് രതി ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, ആദിത്യ ബിർള മണി, ദാംപൂർ ബയോ ഓർഗാനിക്സ്, ഡെൻ നെറ്റ്വർക്സ്, ജിന്ദാൽ സോ, SG ഫിൻസർവ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് അവയുടെ ക്വാർട്ടർ ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം ഇനി നിഫ്റ്റിക്ക് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 24,300 എന്ന ലെവൽ അപ്പർ സൈഡിലേക്ക് അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിന്നെങ്കിൽ മാത്രമേ തുടർന്ന് 24,400, 24,500 എന്നീ ലെവലുകളിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. അതേസമയം ഡൗൺ സൈഡിലേക്ക് കഴിഞ്ഞ ബുധനാഴ്ച ഉണ്ടായ അതിശക്തമായ ഇടിവിനെ തുടർന്ന് വലിയൊരു ഇടിവ് നേരിട്ടെങ്കിൽ കൂടി 23,800 എന്ന ലെവലിന് തൊട്ട് മുകളിലായിട്ട് 23,805 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയും ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആയതിനാൽ തന്നെ ഇന്ന് നിഫ്റ്റിയിൽ ഒരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ 24,000 എന്ന ലെവൽ സൈക്കോളജിക്കൽ ആണെങ്കിലും 23,800 എന്ന ലെവൽ ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യലുമാണ്. ഈ ലെവലിൽ നിന്നും നിഫ്റ്റിക്ക് വീണ്ടും ശക്തമായ ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും ശക്തമായി തന്നെ വർദ്ധിക്കുകയും ചെയ്തേക്കാം. ഇനി അതേസമയം മുൻപ് പറഞ്ഞ പോലെ തന്നെ ഡൗൺ സൈഡിലേക്ക് 23,800 എന്ന ലെവലും അപ്പർ സൈഡിലേക്ക് 24,300 എന്ന ലെവലും ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ കൺസോളിഡേഷനുള്ള സാധ്യതകളാണ് ഏറെയും നിലനിൽക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരം 4 മണിയോടുകൂടി ഇന്ത്യയിൽ നിന്നും ജൂൺ മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റയുടെ റിലീസ് ഉണ്ടായിരുന്നു. മെയ് മാസത്തിലെ 3.93% നിന്നും 4.3% ജൂണിൽ ഇൻഫ്ലേഷനിൽ വർധനവ് രേഖപ്പെടുത്തിയത്. അതായത് 2024 ഡിസംബറിന് ശേഷം അഥവാ 1.5 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ ഇത്രയും ഉയർന്ന തോതിലേക്ക് എത്തിച്ചേരുകയും ചെയ്തത്. ഇന്നും ഒത്തിരിയേറെ മാക്രോ ഇക്കണോമിക് ഡാറ്റകൾ ഇന്ത്യയിൽ നിന്നും റിലീസ് ചെയ്യാനുണ്ട്. WPI ഫുഡ് ഇൻഡെക്സ്, ഫ്യൂവൽ, ഇൻഫ്ലേഷൻ, മാനുഫാക്ചറിംഗ് തുടങ്ങിയവയുടെ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള ഡാറ്റകളുടെ റിസൾട്ടാണ് വരാനിരിക്കുന്നതും. ഇന്ന് യുഎസിൽ നിന്നും നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരം 6 മണിയോടുകൂടി ഇന്ത്യൻ സമയം ജൂൺ മാസത്തെ വിവിധ തരത്തിലുള്ള ഇൻഫ്ലേഷൻ ഡാറ്റകളുടെയും റിലീസ് നടക്കാനുണ്ട്. പിന്നീട് 7:30യോടുകൂടി
ഫെഡ് ചെയർമാൻ കെവിൻ വാഷറിന്റെ ടെസ്റ്റ് മണി നടക്കാനിരിക്കുന്നു. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിന് ശേഷം ഇന്നലെ തിരിച്ചുവരവ് നടത്തുവാൻ ഇന്ത്യൻ മാർക്കറ്റിന് സാധിച്ചെങ്കിലും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നിന്നും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 3062.27 കോടി രൂപയ്ക്ക് ഇന്നലെ സെല്ലിംഗ് ആണ് നടത്തിയത്. എങ്കിലും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 2171.70 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടർന്നു. ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റ്, എയറോഫ്ലെക്സ് ഇൻഡസ്ട്രീസ്, ബൈമെറ്റൽ ബെയറിംഗ്സ്, ഹെസ്റ്റർ ബയോസയൻസ്, ഇന്ത്യ മോട്ടോർ പാർട്സ് ആൻഡ് ആക്സസറീസ്, കൈത്താൻ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, മോഡിസൺ, സമവർദ്ധന മദേഴ്സൺ ഇന്റർനാഷണൽ തുടങ്ങിയ സ്റ്റോക്കുകളുടെ എക്സ് ഡിവിഡന്റ് ഡേറ്റ് ആണ് ഇന്ന്. ADR സ്റ്റോക്സുകൾ പരിശോധിക്കാം. ആക്സിസ് ബാങ്ക് ADRന് 4.25%, ഡോക്ടർ റെഡ്ഡീസിന് 2%, HDFC ബാങ്ക് ADRന് 0.38%, നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ICICI ബാങ്കിന് 1%, ഇൻഫോസിസിന് 5%, വിപ്രോയ്ക്ക് 1.5% നേട്ടവും കൈവരിക്കുവാനായി. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്നലെ US മാർക്കറ്റിൽ മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഇറാൻ ബ്ലോക്കേഡിനെ കുറിച്ചും കൂടാതെ ഹോർമോസിൽ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന 20% ടോൾ ഫീയെയും കുറിച്ചുള്ള പ്രഖ്യാപനം വന്നതിന്റെ ഫലമായിട്ട് അത് എണ്ണയുടെ വിലയിൽ ഉണ്ടാക്കിയ ശക്തമായ വർധനവും വീണ്ടും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ രൂക്ഷമായതിനെ തുടർന്നും ഇതിനെല്ലാം പുറമെ ചിപ്പ് നിർമ്മാണ കമ്പനികളുടെ ഓഹരികൾ തങ്ങളുടെ സമീപകാല ഇടിവ് തുടർന്നതും മൂലം ഇന്നലെ US മാർക്കറ്റുകൾക്ക് നഷ്ടം നേരിടേണ്ടതായിട്ട് വന്നു. S&P 500ന് 0.79%, നാസ്ഡാക്കിന് 1.5% ഇടിവ് നേരിടേണ്ടി വരികയും ചെയ്തു. മാത്രമല്ല ഡോ ജോൺസ് ഫ്യൂച്ചറും നഷ്ടത്തിൽ തന്നെയാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടിയും ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾക്ക് നേരിയ നേട്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിലും എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 0.5%, കൊറിയൻ മാർക്കറ്റ് 2.25% നേട്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് ട്രേഡിംഗ് ആരംഭിച്ചിട്ടുള്ളത്. എണ്ണയുടെ വില വീണ്ടും വർദ്ധിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. ബ്രെന്റ് ക്രൂഡിന്റെ വില $84.56 ക്രൂഡ് ഓയിലിന്റെ വില $79.55 per ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നുകൊണ്ട് ഈ ലെവലിലായിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഗോൾഡിന്റെ വിലയിൽ നേരിയ ഇടിവാണ് അനുഭവപ്പെടുന്നതും. 4000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് $3997.49 per ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. PCR 1.62 എന്ന നിലയിൽ അൾട്രാ ബുള്ളിഷ് ആയിട്ടാണ് നിലകൊള്ളുന്നത്. മാക്സ് പെയിൻ 24,200 എന്ന ലെവലിലായിട്ടും നിഫ്റ്റിയുടെ RSI 58.96 എന്ന ലെവലിലാണ്. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിലേക്ക് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുന്നത്. പുട്ട് സൈഡിലേക്ക് 24,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ബയോകോൺ സ്റ്റോക്കിലുള്ള തങ്ങളുടെ 5.64% ഓഹരികളും ബ്ലോക്ക് ഡീലുകൾ വഴി മെലൻ ഇൻകോർപ്പറേഷൻ വിറ്റഴിക്കുവാൻ സാധ്യതയുണ്ടെന്ന് CNBC TV18 റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 378 രൂപ per ഷെയർ നിലയിലായിട്ടാണ് ഫ്ലോർ പ്രൈസ് നിശ്ചയിച്ചിരിക്കുന്നതും. ടിംകൻ ഇന്ത്യ 2 മാനുഫാക്ചറിംഗ് ഫെസിലിറ്റികളിൽ 2 ഉൽപ്പന്ന വിഭാഗങ്ങൾക്കായി കമ്പനിക്ക് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അഥവാ BIS ലൈസൻസുകൾ ലഭിച്ചു. EMS വാരണാസിയിലെ UP ജൽ നിഗം ഏർബനിൽ നിന്നും 105.81 കോടി രൂപയുടെ മലിനജല സംസ്കരണ പദ്ധതി കരാർ കമ്പനിക്ക് ലഭിച്ചു. ഗ്രാസിം ഇൻഡസ്ട്രീസ് കമ്പനിയുടെ ഉപസ്ഥാപനമായ ആദിത്യ ബിർള റിന്യൂവബിൾസ് 17,200 കോടി രൂപയ്ക്ക് സോളാർ എനർജി പവർ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 100% ഓഹരികൾ ഏറ്റെടുക്കുന്നതിനായി ഓഹരി വാങ്ങൽ കരാർ നടപ്പിലാക്കുന്നതിന് അംഗീകാരം നൽകി. ബട്ടർഫ്ലൈ ഗാന്ധിമതി ഗ്യാസ് കുക്കർ ടോപ്പുകൾക്കുള്ള മെച്ചപ്പെടുത്തിയ സുരക്ഷാ നോബ് എന്ന കണ്ടുപിടുത്തത്തിന് കമ്പനിക്ക് പേറ്റന്റ് ലഭിച്ചു. 2021 ഡിസംബർ 29 മുതൽ 20 വർഷത്തേക്കാണ് ഇതിന്റെ കാലാവധിയും. HCL ടെക്നോളജീസ്
പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q1 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. നെറ്റ് പ്രോഫിറ്റില് 20.3%, റവന്യൂവില് 13.9% വർധനവ് രേഖപ്പെടുത്തി. കൂടാതെ 12 രൂപ പെർ ഷെയർ നിലയിൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. ICIC പ്രൊഡൻഷ്യൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനി പ്രോഫിറ്റില് 23.1%, റവന്യൂവില് 17.6% വർധനവ് രേഖപ്പെടുത്തി. നുവോക്കോ വിസ്താസ് കോർപ്പറേഷൻ പ്രോഫിറ്റില് 20%, റവന്യൂവില് 8.9% വർധനവും രേഖപ്പെടുത്തി. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.